നമസ്കാരം. അഴീക്കോട് വർഗീയ നോട്ടീസ് ഇട്ടത് CPM. വാദിപ്രതിയാകുന്ന വൻ ട്വിസ്റ്റ്. അഴീക്കോട് വർഗീയത പ്രചരിപ്പിക്കുന്ന നോട്ടീസ് ഇറക്കി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്ന കേസിൽ ഞെട്ടിക്കുന്ന വൻ വിവരങ്ങൾ പുറത്ത്. വർഗീയ പരാമർശമുള്ള നോട്ടീസ് പരാതിക്കാരനായ CPM നേതാവ് സ്റ്റേഷനിൽ എത്തിച്ചതാണെന്ന് തെളിയിക്കുന്ന രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. വളപട്ടണം പോലീസ് കണ്ണൂർ കോടതിയിൽ ഹാജരാക്കിയ മഹസറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇതോടെ ലീഗ് നേതാവ് KM ഷാജിയുടെ തിരഞ്ഞെടുപ്പ് കേസിലും വൻ ട്വിസ്റ്റ് ഉണ്ടാകുന്നു. നിലവിൽ ഹൈക്കോടതി പരിഗണിച്ച കേസിലെ നോട്ടീസ് വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും ആ നോട്ടീസ് അല്ല പോലീസ് കണ്ടെത്തിയതെന്നും പുറത്തുവരുന്നു. നോട്ടീസ് പോലീസ് കണ്ടെടുത്തതല്ലെന്നുള്ള രേഖ പുറത്തു വന്നതോടെ KM ഷാജിയുടെ ഹൈക്കോടതിയിലെ കേസ് റീഓപ്പൺ ചെയ്യാനുള്ള ഹർജി നൽകി. ഇതോടെ കേസിൽ വാദി പ്രതിയാകുന്നു. ചൂണ്ടുവിരൽ MV നികേഷിന്റെ മുഖത്തേക്ക് ഉയരുന്നു. നികേഷ് കുമാറും CPM വെട്ടിലാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വർഗീയ പരാമർശമുള്ള നോട്ടീസ് പരാതിക്കാരനായ CPM നേതാവ് സ്റ്റേഷനിൽ എത്തിച്ചതാണെന്ന് തെളിയിക്കുന്ന രേഖ പുറത്തു വന്നതോടെ ഇക്കാര്യത്തിൽ CPM ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഇത് നികേഷ് കുമാറിന്റെ സൃഷ്ടിയോ അതോ പാർട്ടിയുടെ നീക്കമോ എന്ന് കാത്തിരുന്നു കാണാം. വളപട്ടണം പോലീസ് കണ്ണൂർ കോടതിയിൽ ഹാജരാക്കിയ മഹസറിലാണ് സത്യങ്ങൾ. മെല്ലെ അഴീക്കോട് മണ്ഡലത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് MLA KM ഷാജിയുടെ തിരഞ്ഞെടുപ്പ് വിജയം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. മതത്തിന്റെ പേരിൽ വോട്ടിന് ആഹ്വാനം ചെയ്യുന്നതും വ്യക്തിഹത്യ നടത്തുന്നതുമായ ലഘുലേഖകൾ പ്രചരിപ്പിച്ചതിനാണ് നടപടി. എതിർ സ്ഥാനാർത്ഥി CPMലെ MV നികേഷ് കുമാറിന്റെ ഹർജിയിലാണ് ജസ്റ്റിസ് PD രാജന്റെ വിധി. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങളിൽ ഒന്നായിരുന്നു ഷാജി നികേഷ് പോരാട്ടം. ഇസ്ലാം മത വിശ്വാസിയല്ലാത്തവർക്ക് വോട്ട് ചെയ്യരുതെന്ന് സൂചിപ്പിക്കുന്ന ലഘുലേഖ ഷാജിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചെന്നും സ്വഭാവഹത്യ നടക്കുന്ന ലഘുലേഖകൾ പ്രചരിപ്പിച്ചെന്നും ആരോപിച്ചായിരുന്നു ഹർജി. തെളിവുകൾ മൊത്തത്തിൽ പരിഗണിച്ചാൽ ഷാജിയുടെയോ ഏജന്റിന്റെയോ അനുമതിയോടെയാണ് പ്രവർത്തകർ ലഘുലേഖ വിതരണം ചെയ്തതെന്നും മുസ്ലിം അല്ലാത്തവർക്ക് വോട്ട് ചെയ്യരുതെന്ന് അഭ്യർത്ഥിച്ചതെന്നും വ്യക്തമാണെന്ന് കോടതി വിലയിരുത്തി. എന്നാൽ കേസിൽ പുതിയ വെളിപ്പെടുത്തലും കണ്ടെത്തലും വന്നതോടെ നികേഷ് കുമാർ തന്നെ പ്രതിക്കൂട്ടിലാകും. മാത്രമല്ല, ഇത് തെളിഞ്ഞാൽ ഹർജിക്കാരനെതിരെ കോടതി നടപടി സ്വീകരിച്ചേക്കും. തെറ്റായ വിവരങ്ങൾ നൽകിയ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. എന്തായാലും വർഗീയത പരത്തുന്ന നോട്ടീസിന്റെ ഉറവിടത്തിന്റെ സത്യം ഇനി കോടതി തന്നെ കണ്ടെത്തേണ്ടി വരും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.